ഹായ് ഫ്രണ്ട്സ്, ട്രിവാൻഡ്രത്ത് പ്രാവിച്ചമ്പലത്തിനടുത്തായിട്ട് മച്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്കൊരു 5 സെൻറ്റിൽ ഒരു കിടിലം വീട് വന്നിട്ടുണ്ട്. ഒറ്റ നില വീടാണ്. അപ്പോൾ ഒരു 50 ലക്ഷത്തിനകത്തൊക്കെ വീട് വാങ്ങിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഒരു ബെറ്റർ ഓപ്ഷനാണ് അപ്പോൾ ഈ ഒരു വീട്. വീടിൻ്റെ ഫ്രണ്ട് കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഫ്രണ്ടിലൊക്കെ തന്നെ ധാരാളം സ്പേസ് ഉണ്ട്. 5 സെൻറ്റാണ് മെയിനായിട്ട് ഈ ഒരു വീടിനെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ഇത് ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് ഒരു 14 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ നമുക്കിവിടെ എത്താൻ സാധിക്കും. പ്രാവിച്ചമ്പലം ജംഗ്ഷനിൽ നിന്നൊക്കെ ആണെങ്കിൽ ഒരു 5 കിലോമീറ്റർ ട്രാവൽ ചെയ്താലും നമുക്കിവിടെ എത്താൻ സാധിക്കും. ഈ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് 5 സെൻറ്റിൽ 1100 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണിയെടുപ്പിച്ചിരിക്കുന്നത്. നമുക്ക് 3 ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു വീടിന് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് സ്ലൈഡിങ് ആൻഡ് ഫോൾഡിങ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ചുറ്റുപാടും തന്നെ റെസിഡൻഷ്യൽ ഏരിയയാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ നമുക്ക് സ്ലൈഡിങ് ആൻഡ് ഫോൾഡിങ് ആയിട്ടാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കൊരു 2 കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള നല്ല വിശാലമായിട്ടുള്ള സ്പേസ് ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. തറയിൽ ഇൻ്റർലോക്ക് ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. എല്ലാ സൈഡും നല്ല നീറ്റായിട്ട് കിടപ്പുണ്ടല്ലോ. വീടിൻ്റെ സൈഡ് ഫുള്ളും തന്നെ നീറ്റായിട്ട് കിടപ്പുണ്ട്. പിന്നെ സൈഡിലൊക്കെ തന്നെ ധാരാളം പ്ലാന്റ്സും ഇഷ്ടംപോലെ വെച്ചിട്ടുണ്ടല്ലോ. ഭംഗിയായിട്ട് പ്ലാന്റ്സൊക്കെ ഇവിടെയൊക്കെ ധാരാളം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ വീടിന് കിണറും പൈപ്പും നമുക്ക് അവൈലബിൾ ആണ്. കിണർ കണ്ടോ, ഈ ഭാഗത്താണ് ഫ്രണ്ടിൽ ചെയ്തിട്ടുള്ളത്. നല്ല ഹൈറ്റ് കൂട്ടി തന്നെ ചെയ്തിട്ടുണ്ടോ. ഇനി കുഞ്ഞു പിള്ളേർക്കായാൽ പോലും സേഫായിട്ട് നമുക്ക് കിണറൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ എല്ലാം തന്നെ വരുന്നത്. ഇവിടെ നമുക്ക് കയറി വരുമ്പം തന്നെ ഈ ഭാഗത്തൊക്കെ പ്ലാന്റൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സിറ്റൗട്ട് ഉണ്ടോ, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളൊരു സിറ്റൗട്ട് ഉണ്ടോ, നല്ല വൈഡായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. 6x12 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു സിറ്റൗട്ട് വരുന്നത്. അതുകൊണ്ട് ഇവിടെയൊക്കെ തന്നെ നമുക്ക് ചെയറൊക്കെ ഇട്ടാൽ തന്നെ 5-6 ചെയർ വരെയൊക്കെ നമുക്ക് ഇടാൻ കണക്കിനുള്ള സ്പേസ് നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ സിറ്റൗട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് എൻട്രൻസ് ഡോർ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഡോറിൻ്റെ സൈഡ് ഫുള്ളും തന്നെ വാൾ ടൈൽ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടോ, ഫുള്ളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫ്രണ്ട് എൻട്രൻസ് ഡോർ വരുന്നത് ഫുള്ളും തന്നെ തേക്കിലാണ്, നല്ലൊരു ഡിസൈൻ കൊടുത്ത് ചെയ്തിട്ടുള്ളതാണ്. ഇതാണ് നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ വരുന്ന മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാര്യം നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഡോർ തുറന്ന് ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ലിവിങ് ഏരിയയാണ് ആദ്യം കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ തൊട്ട് ഇപ്പുറത്തായിട്ട് നമുക്ക് ഡൈനിങ് ഏരിയ ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനും അപ്പുറത്തായിട്ടാണ് നമുക്കിവിടെ ഓപ്പൺ കിച്ചൺ, ഈ ഭാഗത്ത് ഓപ്പൺ കിച്ചൺ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു വീടിന് 3 ബെഡ്റൂമാണ് വരുന്നത്. അത് നമുക്ക് ഇവിടെയാണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഇവിടെ ഒരു ബെഡ്റൂം, അത് തൊട്ടിപ്പുറത്ത് ഇവിടെ ഒന്നും. പിന്നെ നമുക്ക് അത് ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് ലാസ്റ്റ് ബെഡ്റൂം. അങ്ങനെ 3 ബെഡ്റൂമാണ് വരുന്നത്. ബെഡ്റൂം എല്ലാം തന്നെ ഒരു സൈഡിൽ എല്ലാം വരുന്നത്. ഈ ഒരു നമുക്ക് ഇടത് സൈഡിൽ ഫുള്ളുമാണ് നമുക്ക് ബെഡ്റൂം എല്ലാം തന്നെ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്കപ്പോൾ ഇതാണ് ലിവിങ് ഏരിയ വരുന്നത്. അപ്പോൾ ഈ ഒരു ലിവിങ് ഏരിയ 12x12 ഡയമെൻഷനിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്, സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കിവിടെ ലിവിങ് ഏരിയ വരുന്നത്. നമുക്ക് തറയിലെ ടൈൽ കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള ഒരു ടൈലിങ്ങാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇവിടുത്തെ TV യൂണിറ്റ് വരുന്നത്. ഇതിവിടെ പാർട്ടീഷൻ പോലെ ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്കിവിടെ ധാരാളം ഡെക്കോറേറ്റ് വയ്ക്കാനുള്ള സ്പേസും ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു നടുക്ക് വരുന്ന TV യൂണിറ്റിൻ്റെ ഇത് നമുക്ക് റൊട്ടേറ്റിംഗ് ടൈപ്പാണ്. നമുക്ക് ഈ സൈഡിൽ നിന്ന് അപ്പുറ സൈഡിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. കണ്ടോ, നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഡൈനിങ് ഏരിയ ഇരുന്നിട്ടും നമുക്ക് TV കാണാമെന്നുള്ള ഒരു ഓപ്ഷൻ വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു റൊട്ടേറ്റിംഗ് ടൈപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയയാണ് നോക്കേണ്ടത്. തൊട്ടിപ്പുറത്തായിട്ട് തന്നെ ഡൈനിങ് ഏരിയ ഇവിടെ വരുന്നുണ്ട്. ഈ ഒരു ഡൈനിങ് ഏരിയ നമുക്ക് 12x16 ഡയമെൻഷനിലാണ് ഈ ഒരു ഡൈനിങ് ഏരിയ വരുന്നത്. മുകളിൽ നമുക്കിവിടെ പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്, സ്പോട്ട് ലൈറ്റൊക്കെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് ഒരു ഷെൽഫൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് ഒരു ഷെൽഫ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തൊട്ട് ഓപ്പോസിറ്റ് ഈ ഒരു ഭാഗത്താണ് നമുക്കിവിടെ വാഷിംഗ് ഏരിയ വരുന്നത്. ബാക്കിൽ PVC പാനലാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്റ്റോറേജ് സ്പേസ് കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഓപ്പൺ കിച്ചൺ നോക്കാം. അപ്പോൾ നല്ല വിശാലമായിട്ടുള്ള ഒരു ഓപ്പൺ കിച്ചണാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കിച്ചണിന് നമുക്ക് വരുന്നത് 10x12 ഡയമെൻഷനിലാണ് ചെയ്തിട്ടുള്ളത്. ഗ്രിപ്പിംഗ് ടൈൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫുള്ളും തന്നെ നമുക്ക് ബോർഡ് വർക്കാണ് ഈ ഒരു കിച്ചണിൽ ഫുള്ള് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫുള്ള് തന്നെ ലാമിനേറ്റ് ചെയ്തിട്ടുള്ളതാണ്. കണ്ടോ, ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ കിച്ചണിൽ കാണാൻ സാധിക്കും. ഇതാണ് നമുക്കിവിടുത്തെ സിങ്ക് വരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള സിങ്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് കിച്ചണിൽ നിന്ന് തന്നെ നമുക്ക് വ്യൂ ഉണ്ടോ, നല്ല ഇപ്പുറത്തോട്ട് നമുക്ക് ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ ഡൈനിങ് ഏരിയയിലോട്ടായാലും ഫ്രണ്ടിൽ നമുക്ക് ആയാലും നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും.
പിന്നെ അവിടെ നമുക്കൊരു കർട്ടനൊക്കെ ഇട്ടാൽ തന്നെ നമുക്ക് ഫ്രണ്ടിൽ ആരെങ്കിലും ഗസ്റ്റ് വന്നാലും നമുക്ക് കാണാത്ത രീതിക്ക് വേണമെങ്കിലും അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ വീടിൻ്റെ ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയ, നമുക്ക് ഓപ്പൺ കിച്ചൺ വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഓരോ ബെഡ്റൂമാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു കയറി വരുന്ന ലിവിങ് ഏരിയയുടെ സൈഡിലായിട്ട്, ഇടത് സൈഡിലായിട്ടാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ വിശേഷമാണ് ആദ്യം നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം വരുന്നത് 10x12 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ്, സ്പോട്ട് ലൈറ്റിംഗാണ് കൊടുത്തിട്ടുള്ളത്. 2 വിൻഡോയിൽ വരുന്നുണ്ട്. നമുക്ക് ബ്ലൈൻഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. തറയിൽ നമുക്ക് സെയിം ടൈല് തന്നെയാണ് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആയിട്ടാണ് നമുക്ക് വാർഡ്രോബ് വരുന്നത്. അപ്പോൾ ഫുള്ളും തന്നെ നമുക്ക് മൾട്ടിവുഡി ചെയ്തിട്ടുള്ളതാണ് നമുക്ക് ഈ ഒരു വാർഡ്രോബ് വരുന്നത്. ഇപ്പോൾ 2 വലിയ ഡോറും കുറേ നമുക്ക് സ്റ്റോറേജ് സ്പേസ് അല്ലാതെ വരുന്നുണ്ട്. ഇവിടെ ഒരു മിററും ഒരു ടേബിൾ പോലെ സംഭവം എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാം യൂസ്ഫുൾ ആവുന്ന രീതിക്ക് തന്നെയാണ് വാർഡ്രോബ് എല്ലാം അറേഞ്ച് ആക്കിയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. PVC ഡോറാണ്, നല്ല ഭംഗിയുള്ള ഒരു ഡോർ കേട്ടോ. PVC ഡോർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ചയാണ്. അപ്പോൾ ഈ ഒരു ബാത്റൂമിൻ്റെ ടൈല് കണ്ട് ഗ്രിപ്പ് ഫിറ്റിംഗ് ടൈലാണ് തറയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആയിട്ട് സാറയുടെ പ്രോഡക്റ്റാണ് നമ്മളിവിടെ കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ എക്യുപ്മെൻറ്റ്സും നമുക്ക് സാധാരണ ബാത്റൂമിൽ വരുന്ന എല്ലാ എക്യുപ്മെൻറ്റ്സും, ഷവർ, എല്ലാ സംഭവവും കോമൺ ആയിട്ട് തന്നെ കാര്യത്തിൽ വരുന്നതുകൊണ്ട് ഇതാണ് ഇവിടുത്തെ ടൈലിംഗ് വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. നമുക്ക് ഈ ഒരു ഭാഗത്താണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. 10x12 ഡയമെൻഷൻ തന്നെയാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഇവിടെ നമുക്ക് ഒരു വിൻഡോ ആണ് ഈ ഭാഗത്ത് വരുന്നത്. അത് ബ്ലൈൻഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ വാർഡ്രോബ് ഉണ്ട്, അപ്പുറത്തെ കണ്ട സെയിം ടൈപ്പ് തന്നെയാണ്. ഓക്കെ, ഇതാണ് നമുക്ക് ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത്. അടുത്ത് നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് PVC ഡോർ തന്നെയാണ്. ഈ ഭാഗത്താണ് അറേഞ്ച് ആക്കിയിട്ടുള്ളത്. നമുക്ക് അകത്ത് കയറി കാണാം. സെയിം നമ്മൾ അപ്പുറത്ത് കണ്ട അതേ ഒരു മെറ്റീരിയലൊക്കെ തന്നെയാണ്, സെയിം ടൈലിംഗ് ഒക്കെ തന്നെയാണ് നമുക്ക് ടൈൽ വരുന്നത്. സാറയുടെ പ്രോഡക്റ്റ് തന്നെയാണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ടൈലും നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടൈൽ തന്നെ. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് ലാസ്റ്റത്തെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം 12x12 ഡയമെൻഷനിലുള്ള ബെഡ്റൂമാണ്. ഈ ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ കുറച്ച് വലിപ്പം കൂടിയ ഒരു ബെഡ്റൂം വരുന്നത്. മുകളിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ്, സ്പോട്ട് ലൈറ്റിംഗാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഏതാ ഒരു വിൻഡോ വരുന്നുണ്ട്, ബ്ലൈൻഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. സെയിം അപ്പുറത്തുണ്ട് അതേ ഒരു കാറ്റഗറിയിലുള്ള നമുക്കൊരു വാർഡ്രോബ് തന്നെയാണ് ഈ ഭാഗത്ത്. യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വാർഡ്രോബ് ആണ്. അവിടെ 2 ഡോർ, ഇപ്പുറത്തായിട്ട് ഒരു മേശ പോലെയൊക്കെ സംഭവം ചെയ്തിട്ടുണ്ട്. ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ മിററും അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം ഒക്കെ PVC ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അകത്തോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ സെയിം അപ്പുറത്ത് കണ്ട അതേ ഒരു രീതിക്കുള്ള ടൈലിങ്ങും ബാക്കി എല്ലാ സംഭവങ്ങളും കൊടുത്തിട്ടുള്ളതാണ്. ഫിറ്റിങ്സ് ആയപ്പോലും എല്ലാം ബ്രാൻഡഡ് തന്നെയാണ് ഇവിടെ കോമൺ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു 49 ലക്ഷം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബ്യൂട്ടിഫുൾ വീട്, 5 സെൻറ്റ് വരുന്ന ഈ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അത് ഈ ഒരു വില നിങ്ങൾക്ക് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഈ വീട് വന്ന് കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ലോണിനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നമ്മുടെ ഈ ഒരു നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ലോണും നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ആരെങ്കിലും വീട് വാങ്ങിക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് കൂടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ചും കൂടെ ലോ ആണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഹൈ ആയിട്ടുള്ള വീടാണെങ്കിൽ ട്രിവാൻഡ്രത്ത് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള വീട് നിങ്ങൾ തീർച്ചയായിട്ടും കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിങ്ങൾക്ക് കൈക്കലാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കപ്പം തുടർന്ന് ഇതുപോലത്തെ വീടിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്ത് വരിക. അപ്പോൾ പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കടന്നു വരാം. എല്ലാവർക്കും നന്ദി.